കൂടുതൽ മാങ്ങകൾ കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കുമൊക്കെ കയറ്റുമതി ചെയ്യുന്ന സ്ഥലം പാലക്കാട്ടെ കൊച്ചു സ്ഥലമായ മുതലമടയിലാണ്. ഏകദേശം 5000-ലധികം കർഷകരുണ്ട്. അവിടെ മാന്തോപ്പുകൾ അടുത്ത സീസണായുള്ള കാത്തിരിപ്പിലാണ്. മുതലമടയിൽ എവിടെയും മാവുകളാണ്. അടുത്ത സീസണായി ഒരുങ്ങുകയാണ് ഓരോ തോപ്പുകളും. മുതലമടയിൽ ആദ്യം കായ്ക്കുന്നുള്ളൊരു ശരിക്കും ഒരു പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇതിൽ മുതലമടയും ആന്ധ്രയും തമിഴ്നാടെല്ലാം ഒരുപോലെ ആവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകമായി മാറിയത്. പണ്ട് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപാണ് മുതലമടയിൽ മാവുകൾ വേരൂന്നി നിന്നു തുടങ്ങിയത്. നഷ്ടങ്ങൾ തുടർക്കഥയായ മുതലമടയിലെ കർഷകർക്ക് മാവിൻ തോപ്പുകൾ തണലൊരുക്കി. 1980കളിലെ അവസാനവും 1990കളുടെ ആദ്യവുമൊക്കെ മുതലമടയിൽ നിലക്കടല കൃഷിയായിരുന്നു പ്രധാന വിള. കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവികളുടെ ആക്രമണവും മൂലം നിലക്കടല കൃഷി നഷ്ടമായതോടുകൂടി കർഷകർ പുതിയ വിളകൾ തേടി പോവുകയും അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ മാവ് കൃഷി ഇവിടെ ആരംഭിക്കുകയും അത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിലയിലാവുകയും ഇവിടെ മാവ് കൃഷി വ്യാപിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് കഥ മാറി. കഴിഞ്ഞ 5 വർഷമായി മുതലമടയിലെ മാങ്ങകൾ കർഷകനെ തുണച്ചിട്ടില്ല. വലിയ ആസാദ്പൂർ മണ്ഡി കേന്ദ്രീകരിച്ചിട്ട് ഞങ്ങൾക്കൊരു സെയിൽസ് ഔട്ട്ലെറ്റ് അവിടെ വേണം. എന്നിരുന്നാൽ മാത്രമേ ഈ മാങ്ങയ്ക്കൊരു കറക്റ്റായിട്ടുള്ളൊരു വിപണി കണ്ടെത്താൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇടനിലക്കാരുടെ ചൂഷണം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ആസാദ്പൂർ മണ്ഡിയായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ. അത് സർക്കാർ തലത്തിലാണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.